നമ്മൾ പോകുന്നത് നന്ദൻകോട് കൂട്ടക്കൊലക്കേസിന്റെ വിധിയിലേക്കാണ്. ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് വിധിച്ച കേതൽ ജിൻസൺ രാജയെ പൂജപ്പുര സെൻട്രൽ ജയിലിലെത്തിച്ചു. തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസിൽ വിധി പറഞ്ഞത്. 15 ലക്ഷം രൂപയും കോടതി പിഴ വിധിച്ചു. മാതാപിതാക്കളും സഹോദരിയുമടക്കം 4 പേരെയാണ് കേതൽ ജിൻസൺ രാജ കൊലപ്പെടുത്തിയത്. റഹീസ് റഷീദ് നമുക്കൊപ്പം. റഹീസ് റഷീദ്, നമുക്ക് താരതമ്യം ചെയ്യാൻ കഴിയാത്ത ഒരു ക്രൂരതയാണ് കേതൽ ആ ദിവസം കാട്ടിക്കൂട്ടിയത്. അതിന് ഉചിതമായ ശിക്ഷ ഇപ്പോൾ കേതലിന് ലഭിച്ചിരിക്കുന്നുവെന്നാണ് പ്രോസിക്യൂഷൻ അടക്കം വ്യക്തമാക്കുന്നത്. ഇപ്പോൾ കേതലിനെ ജയിലിലെത്തിച്ചു. സുജയ, കേതൽ ജിൻസൺ രാജയെ ജീവപര്യന്തം തടവിന് തിരുവനന്തപുരം അഡീഷണൽ സെഷൻസ് കോടതിയാണ് അല്പസമയം മുമ്പ് വിധിച്ചത്. ഇതിൽ അപൂർവങ്ങളിൽ അപൂർവമായ കേസായി ഇതിനെ പരിഗണിച്ച് വധശിക്ഷ നൽകണം എന്ന ആവശ്യമായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. പക്ഷേ മാനസികമായ പ്രശ്നങ്ങളുള്ള ആളാണ് കേതൽ ജിൻസൺ രാജ എന്ന പ്രതിഭാഗം ഉന്നയിച്ചു. ഒപ്പം പ്രതിക്ക് പ്രായം കുറവാണ്, അതുകൊണ്ട് അത് കണക്കിലെടുത്ത് വധശിക്ഷ നൽകരുത് എന്നതായിരുന്നു പ്രതിഭാഗത്തിൻ്റെ വാദം. ഇതെല്ലാ വാദങ്ങളും കേട്ടതിന് ശേഷമാണ് പ്രതിക്ക് ജീവപര്യന്തം തടവിന് വിധിച്ചത്. ഒപ്പം വീട് കത്തിച്ചതിന് 5 വർഷത്തെ തടവും തെളിവ് നശിപ്പിച്ചതിന് 7 വർഷത്തെ തടവും വിധിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ 12 വർഷത്തെ തടവിന് ശേഷമായിരിക്കും ജീവപര്യന്തം ശിക്ഷ തുടങ്ങുക എന്നാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയത്. ഉത്തരവ് പുറത്തു വന്നതിന് ശേഷമായിരിക്കും അതിലൊരു വ്യക്തത വരിക. വഞ്ചിയൂർ കോടതിയിൽ നിന്ന് കേതൽ ജിൻസൺ രാജയെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. സുജയ, വിവരങ്ങൾ നൽകിയത് റഹീസ് റഷീദാണ്.